എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളങ്ങനെ നാട്ടിലെത്തി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര എറണാകുളത്തേക്കാണ്. നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൊച്ചി വാട്ടർ മെട്രോ എക്സ്പ്ലോർ ചെയ്യാനാണ്. അപ്പോൾ നൈലു ബേബി, ഞാൻ, അമ്മ, അച്ഛൻ, അച്ചു, ആദി, ലച്ചു ഇവരെല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ എങ്ങനെ പോകുന്നു എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്തു ഫൈനലി നമുക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ പോവാം, പ്രിയദർശിനിയിൽ പോവാം. അപ്പോൾ അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഒരു ചേഞ്ച് ഇവിടെ ഉണ്ടായിട്ടുള്ള നാട്ടിൽ. നമ്മുടെ ലേഡീസിന് ഫ്രീ ആണല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അറിയാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മാളയിൽ നിന്നാണ് പോകുന്നത്. സോ ആലുവയിലെത്തിയിട്ട് നമ്മൾ പിന്നെ മെട്രോയിൽ കയറിയിട്ട് അവിടെ നിന്ന് നമ്മൾ വാട്ടർ മെട്രോയിൽ പോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വാട്ടർ മെട്രോ ഫ്രം MG റോഡാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാളയിലൂടെ പോകുന്ന പലർക്കും അറിയായിരിക്കും ഈ റോഡും ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ ചിലപ്പോൾ സ്ഥിരം കാണുന്നവരായിരിക്കും. ഞാനപ്പോൾ വീഡിയോ എന്തുകൊണ്ട് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ബസ്സിൽ കയറുന്നത്. ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീ ആയിട്ടാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മൾ ആലുവയിലെത്തി. നമ്മൾ മെട്രോ വെയിറ്റ് ചെയ്യാണ്. മെട്രോയിലും ഞാൻ കയറിയിട്ട് കുറച്ച് അധികം വർഷങ്ങളായി. എന്തോ എനിക്ക് അധികം മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. അതേപോലെ തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ കയറിയിട്ട് പോവാണ് നമ്മൾ. ഫ്രം ആലുവ ടു MG റോഡാണ് നമ്മുടെ സ്റ്റോപ്പ്. അപ്പോൾ അതിനുള്ളിൽ കയറിയപ്പോൾ നമ്മുടെ നൈലു ബേബിക്ക് കുറച്ച് ഒരു കളിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങി ഓടാനൊക്കെ ശ്രമിച്ചു. ഞങ്ങളിങ്ങനെ അടക്കിയിരുത്തി കുറച്ച് നേരം നമ്മൾ കുഞ്ഞാടെ ഫേവറേറ്റ് സോങ്സ് വെച്ചു കൊടുത്തു, കാർട്ടൂണിൻ്റെ സോങ്സ് വെച്ചു കൊടുത്തു, പിന്നെ അക്കരക്കാവിൽ സോങ്സൊക്കെ വെച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ അവനെ അടക്കിയിരുത്തേക്കാണ്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കോളേജ് സ്റ്റുഡൻസ് എന്ന് തോന്നുന്നു, അവരിങ്ങനെ കയറിയായിരുന്നു. അപ്പോൾ നമ്മൾ അവരായിട്ട് കുഞ്ഞാവ കമ്പനിയായി. അവരായിട്ട് കമ്പനിയായപ്പോൾ അവൻ കുറച്ച് നേരം ഒന്ന് നല്ല മൂഡിലിരുന്നു ആൾ. സോ യെസ്, ഞാനിപ്പോൾ ആക്ച്വലി ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്നത് തന്നെ ഇവിടെ നൈലു ബേബി ഉണ്ട്. ആളിങ്ങനെ മിണ്ടാതിരിക്കുകയാണ്, ഫോണൊക്കെ ഇങ്ങനെ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാവൻ നോക്കുകയാണ് എന്താണ് അമ്മ പറയുന്നതെന്ന്. അമ്മ നമ്മുടെ വീഡിയോന് വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം നല്ല മോനായിട്ടിരിക്കണേ. ഓക്കെ, നമ്മൾ അങ്ങനെ കൊച്ചിയിലെത്തി. മെട്രോയിൽ കയറി നമ്മൾ എത്തി, കൊച്ചിയിലെത്തി. അതിന് ശേഷം നമ്മൾ MG റോഡിലെത്തി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് ജസ്റ്റ് നമ്മൾ നടന്ന് കഴിയുമ്പോൾ അപ്പം തൊട്ടടുത്ത് തന്നെയാണ് വാട്ടർ മെട്രോ ഉള്ളത്. യെസ്, അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വാട്ടർ മെട്രോയിലേക്ക് പോകാനായിട്ട്. നൈലു ബേബിനെ എടുത്തേക്കാണ്. ആൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു മഴക്കാലാണെങ്കിലും ചൂട് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കും അതേ ഒരു പ്രശ്നം തന്നെയാണ്. ഓക്കെ, നമ്മളങ്ങനെ നടന്ന് പോയി വാട്ടർ മെട്രോ ഇപ്പം എത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, എത്തുന്നില്ലല്ലോ ഈശ്വര. കുഞ്ഞാവ ദേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ ആൾക്ക് ഓടണം. അപ്പം നമ്മൾ ഓടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൊടുത്തു ടൈം. ഓടിയൊക്കെ തിരിച്ച് വന്നിട്ട് ഇതേ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു സംഭവം തന്നെയാണ്. മെട്രോയിൽ എങ്ങനെയാണോ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അതിൻ്റെ ഒരു സിമിലാരിറ്റി ഉണ്ട്. നല്ല AC ഉണ്ടായിരുന്നു ആൻഡ് നല്ല വ്യൂ ഉണ്ടായിരുന്നു. നമുക്ക് നല്ല അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു, സൈഡ് വ്യൂ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബേബി കുടിക്കുന്നുണ്ടോ, പാല് കുടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുമായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് അത്ര സ്പീഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി എക്സ്പെക്റ്റ് ചെയ്ത് കുറച്ച് സ്പീഡ് ഉണ്ടാവുമെന്ന് ചോദിച്ചു, ബട്ട് അത്ര സ്പീഡ് ഉണ്ടായിരുന്നില്ല.
ആൻഡ് വേവ്സ് കുറച്ച് കുറവായിരുന്നു. നമ്മൾ സാധാരണ ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് വേവ്സ് നല്ല രീതിയിൽ ഇല്ല നമുക്ക് വേവ്സ് കുറച്ച് ഫീൽ ചെയ്യില്ലേ. സോ ഇതിൽ എനിക്ക് അത്ര വേവ്സ് ഫീൽ ചെയ്തു. ബിക്കോസ് ബേസ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുകൊണ്ടാവണം നമുക്ക് ഫീൽ ചെയ്യാത്തത്. പിന്നെ എന്താ പറയുക, നമ്മൾ ബസ്സിൽ പോണ പോലെ തന്നെ കുറേ പേര് നിന്നും കുറേ പേര് ഇരുന്നൊക്കെയാണ് പോകുന്നത്. എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആരെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം. എനിക്ക് തോന്നുന്നു റേറ്റ് വരുന്നത് പെർ പേഴ്സൺ 50 ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വാട്ടർ മെട്രോയിലൊക്കെ കയറി നമ്മൾ ഫോർട്ട് കൊച്ചി എത്തി. ഫോർട്ട് കൊച്ചിയിലെത്തിയിട്ട് നമ്മൾ പണ്ട് സ്ഥിരം കാഴ്ചകളൊക്കെ തന്നെയാണുള്ളത്. കുറേ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. എന്താ പറയുക, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കളിപ്പാട്ടങ്ങൾ, നമുക്ക് പറ്റിയ ഡ്രസ്സ്, ആക്സസറീസ്, ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് വന്നിട്ട് വാങ്ങാം. ഞങ്ങളിങ്ങനെ റേറ്റൊക്കെ ചോദിച്ചപ്പോൾ കുറേ സ്ഥലത്തൊക്കെ റേറ്റ് ഉണ്ട്, കുറച്ച് സ്ഥലത്തൊക്കെ റേറ്റ് കുറവുണ്ട്. നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ വാങ്ങാം. ഞങ്ങളുടെ അങ്ങനെ ഫൈനലി നൈൽ ബേബി സമ്മതിച്ചില്ല എന്തെങ്കിലും വാങ്ങാണ്ട്. അങ്ങനെ അവന് ഇഷ്ടമുള്ള ഒരു കാറ് വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ കാറൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല. പക്ഷെ ഞങ്ങളൊരു മിലിറ്ററി വണ്ടി വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങളൊരു ഐസ്ക്രീം കഴിച്ചു. കുഞ്ഞാടെ മാംഗോ അക്കീമാണ് കുഞ്ഞാടെ ഫേവറേറ്റ് അക്കീം. അത് ഞങ്ങൾ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നു. വെയിൽ തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞാവയും ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന് പോയപ്പോൾ ഒരു പാർക്ക് കണ്ടു. പാർക്ക് കണ്ടപ്പോൾ കുഞ്ഞാനെ സ്വിങ്ങിലിരുത്തി. കുഞ്ഞാക്ക് ഇഷ്ടമല്ല സ്വിങ്ങിലിരിക്കാൻ, എന്നാലും ഞങ്ങൾ സ്വിങ്ങിലൊക്കെ ഇരുന്ന് ആടാൻ ശ്രമിച്ചു. നോക്കിയപ്പോൾ കുറച്ച് കുഞ്ഞു ചേച്ചിമാരൊക്കെ കണ്ടു. അപ്പോൾ കുഞ്ഞാക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇതാണ് ഇന്നത്തെ വാട്ടർ മെട്രോ ജേർണിനെ പറ്റിയിട്ടുള്ള വിശേഷം. So please watch my video and don't forget to subscribe to my YouTube channel. Bye bye, take care.